ആര് കുറ്റം പറഞ്ഞാലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരെ കഴിവ് തന്നെയാണ്, ഇതിനകത്ത് ഒരു സംശയമില്ല. പുതിയ KSRTC ജീവനക്കാരൊന്നും വന്നിട്ടില്ല, ജനസംഖ്യയും വർദ്ധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ വലിയ ഒരു ബസ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കാനറ ബാങ്കിൽ ജോലി ചെയ്യുന്ന എന്റെ ഒരു പഴയ റിട്ടയർ ചെയ്ത ഒരു മാനേജർ, ആ മാഡം എനിക്കൊരു കത്ത് അയച്ചിരുന്നു. എന്നെ പണ്ടേ പരിചയമുള്ളതാണ്. അപ്പൊ അവർ അഭിസംബോധന എന്റെ ഫോണിൽ കിടപ്പുണ്ട്. അഭിസംബോധന തന്നെ KB എന്ന് 2 കുത്തിട്ടുണ്ട്. KB എന്ന് വിളിച്ചിട്ടാണ്. ഞാൻ എന്റെ കാറ് വിറ്റു. അപ്പൊ അടുത്ത് എന്റെ മനസ്സിൽ ഉദിക്കുന്ന ഇവരെ കാറ് വിറ്റപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ എന്തോ ആപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അടുത്ത വരി വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു കാറ് വിൽക്കാൻ കാരണം നിങ്ങളുടെ KSRTC ബസ്സുകളുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു. KSRTC ബസ് വളരെ കൃത്യതയോടെ വരികയും നല്ല സൗകര്യത്തോടെ പോകാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയതുകൊണ്ട് ഇനി കാറിന്റെ ആവശ്യമില്ലാന്ന് തോന്നി ഞാൻ കാർ വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ ഒരു മെസ്സേജ് KSRTCക്ക് അഭിമാനിക്കാവുന്ന ഒരു മെസ്സേജാണ്. കാരണം കാറ് വിറ്റു. KSRTC നമുക്ക് പൊതുഗതാഗതത്തിനെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്ന ജനങ്ങൾ എന്നുള്ളതാണ്. ഗ്രാമപ്രദേശങ്ങളിലെ കൂടുന്ന ബസ്സുകൾ നിറഞ്ഞു പോവുകയാണ്. മിനി ബസ്സൊക്കെ എല്ലാ MLA മാർക്കും വേണ്ടത് മിനി ബസ്സാണ്. എല്ലാവർക്കും പുതിയ ബസ്സുകൾ വേണം. എല്ലാ MLA ഇന്ന് 10 MLA എന്നോട് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്ന കാര്യം പറഞ്ഞു. 10 എണ്ണം 21 എണ്ണം 31 ആവാൻ പോവുകയാണ്. ഇന്നൊരു MLA പറഞ്ഞു ഗ്രൗണ്ട് ശരിയാക്കി എനിക്ക് എല്ലാ സൗകര്യം ഞാൻ ചെയ്തു തരാം, എനിക്ക് കൂടി ഒരു ഡ്രൈവിംഗ് സ്കൂൾ തരണം. ഞാൻ പറഞ്ഞു 32ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ തരും എന്ന് പറഞ്ഞു. കാരണം ആ ഡ്രൈവിംഗ് സ്കൂൾ വിജയിച്ചു. നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം ഇന്നലെ എന്താണ് ബഡ്ജറ്റ് ടൂറിസത്തിൽ വന്നത്? ബഡ്ജറ്റ് ടൂറിസം ഇന്നലെ ആദ്യമായി ഗുരുവായൂർ ദർശനം. ഇന്ന് അതിരാവിലെ പത്തനാപുരത്ത് പുറപ്പെട്ട ബഡ്ജറ്റ് ടൂറിസം 40 യാത്രക്കാർ ഗുരുവായൂർ ദേവസ്വത്തിൽ പുതിയ ക്യൂ കോംപ്ലക്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാണ്. ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവരുന്ന ഭാഗമായി നമ്മളുമായി KSRTCയുമായി ഗുരുവായൂർ ദേവസ്വം ഒരു ടൈപ്പിൽ എത്തുകയാണ്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുന്നവരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഡോർമെട്രിയിൽ എത്തിക്കും, എയർ കണ്ടീഷൻ ഡോർമെട്രിയിൽ എത്തിക്കും. അവിടെ ടോയ്ലറ്റിൽ പോകാനും കുളിക്കാനും ഒരുങ്ങാനുള്ള സൗകര്യം കിട്ടും. അവിടെ നിന്ന് കുളിച്ച് വൃത്തിയായി അവിടെ നിന്ന് ഒരു പ്രത്യേക ക്യൂവിലൂടി ഈ 40 പേരാണ് പോകുന്നതെങ്കിൽ അവരെ BTC എടുത്ത് പ്രത്യേക ക്യൂവിലൂടി ഗുരുവായൂരപ്പനെ ദർശിച്ച് അരമണിക്കൂറിൽ പുറത്തേക്ക് വിട്ടു. ഇന്ന് വന്നവരെ തൊഴുത് അരമണിക്കൂർ കൊണ്ട് പുറത്തിറങ്ങി. അതുപോലെയാണ് വളരെ വർഷങ്ങളായി പെൻഡിംഗ് ആയിരുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ റെഗുലേഷൻ ഇന്നലെ അപ്രൂവ് ആക്കി കൊടുത്തിട്ടുണ്ട്. KSRTCയുടെ ജീവനക്കാരുടെ ഈ വർഷം ആവശ്യമായ പ്രൊമോഷനുകൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുകൂടി അറിയിക്കുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ CMD സ്ക്വാഡ് എന്നൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി. വലിയ വിജയമാണ് അവരുടെ പ്രവർത്തനം. CMD സ്ക്വാഡിന്റെ പ്രവർത്തനം ഈ വണ്ടികൾ വൃത്തിയായി ഇരിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. CMD സ്ക്വാഡിന്റെ പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. വൻതോതിലാണ് പരിശോധന. ഒരു പരിശോധന വൻതോതിലാണ്. കേരളത്തിൽ ഓടുന്നതിൽ ഏതാണ്ട് 62% വണ്ടികൾ എവരിഡേ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടിക്കറ്റിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതുപോലെ കാർഡിന് വലിയ ഡിമാൻഡാണ്. നമ്മുടെ പാസഞ്ചർ കാർഡ്, ക്യാൻസർ കാർഡ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് ജീവനക്കാർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ക്യാൻസർ കാർഡ് ഏതാണ്ട് 900 ക്യാൻസർ കാർഡുകൾ അല്ലെ 900 കൊടുത്തു കഴിഞ്ഞു. ഇനി 800 അപേക്ഷ ഉണ്ട്. 800 അപേക്ഷ ഇപ്പൊ പ്രോസസ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ അപ്രൂവൽ ആയിട്ടുണ്ട്. അത് ഉടനെ തന്നെ കൊടുക്കും. ട്രാവൽ കാർഡ് 15 ലക്ഷം ട്രാവൽ കാർഡുകൾ അടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 7 ലക്ഷം ട്രാവൽ കാർഡുകൾ അടിക്കാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ട്രാവൽ കാർഡിന്റെ പുറത്ത് പരസ്യം ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അത് നമുക്ക് നല്ലതാണ്. ട്രാവൽ കാർഡ് വലിയൊരു ഹിറ്റായി മാറ്റിയ ജനങ്ങളോട് KSRTC ജീവനക്കാരോട് നന്ദി പറയണം. വഴക്കില്ല, ബാലൻസിന്റെ പ്രശ്നമില്ല, ഇതൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ അത് വളരെ സൗകര്യപ്രദമായി പോകുമ്പോൾ ആളുകൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കുറയുമ്പോൾ നമ്മളെ ആശ്രയിക്കും. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ജനങ്ങളെ അവരുടെ സ്വകാര്യ കൊറോണ കാലത്ത് വണ്ടി വാങ്ങിച്ച് അങ്ങോട്ട് പോയ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കും എന്ന് പറഞ്ഞു. അത് ആകർഷിച്ചു എന്ന സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം 16 ലക്ഷം യാത്രക്കാർ കൂടിയില്ലേ. ഈ പറഞ്ഞ പോലെ എന്റെ കാറ് വിറ്റു എന്ന് പറഞ്ഞ മെസ്സേജ് എനിക്ക് തന്നെ വരുമ്പോൾ സത്യത്തിൽ സന്തോഷവും അഭിമാനമുണ്ട്. അത് നിങ്ങളുടെയൊക്കെ പരിശ്രമത്തിന്റെ ഫലമാണ്. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. KSRTC ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം. അതിനി ഉയരങ്ങളിലേക്ക് പോകണം. കാരണം നമ്മൾ ഇലക്ഷനൊക്കെ വരെയാണ്. പിന്നെ ആധാര മന്ത്രി എന്നൊക്കെ ദൈവത്തിനെ അറിയാവും. അതുകൊണ്ട് ഇനിയുള്ള കാലം ഈ വഴിക്ക് അടിച്ചോണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെറുതെ ഇവിടെ നിന്ന് ആരുടെ താല്പര്യപ്രകാരമായാലും, ജീവനക്കാരുടെ ആയാലും, ട്രേഡ് യൂണിയന്റെ ആയാലും, വരുന്ന മാനേജ്മെന്റിന്റെ ആയാലും പുറകോട്ട് പോയാൽ അത് നാശത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് മാത്രമേ. പുറകോട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചാൽ ഇതിന്റെ സർവനാശത്തിൽ ഇത് കലാശിക്കും എന്ന് പറയാണ്. അതുകൊണ്ട് കുറച്ചുനാളെങ്കിലും ഈ ഒരു നിലയിൽ മുന്നോട്ട് പോയാൽ ഇതങ്ങ് ടേക്ക് ഓഫ് ചെയ്ത് പൊയ്ക്കോളും. വിമാനം പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. വഴിക്ക് വെച്ച് അതിന്റെ ആക്സിഡന്റ് അണച്ചു കളയരുത്. അണച്ചാൽ ഇത് താഴെ വീണ് എല്ലാവരും പൊട്ടിച്ചേതറും. അതുകൊണ്ട് മേപ്പോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തണം. അത് നമുക്ക് യോജിയായിരിക്കാനുള്ള പരിപാടികൾക്ക് ആരെയും ഇളക്കി വിടരുത് എന്ന് ദയവായി അപേക്ഷിക്കുകയാണ്. KSRTC ജീവനക്കാരുടെ നേട്ടമാണ് ഈ കളക്ഷൻ. അത് വരുമ്പോൾ അതിനകത്ത് തന്നെ ആളുകൾ മാധ്യമങ്ങളെ വിളിച്ചേച്ച് ഇത് വെറുതെ ഇല്ലയോ, മണ്ഡലകാലമല്ലയോ എന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല.